വെറൈറ്റീസ് കഴിച്ചു എങ്ങനെയുണ്ടോ നോക്ക്. രസമുണ്ടോ? ഇതിന് നമ്മൾ എന്താ പേര് അറിയോ? കായ ബജി. പലവിധ ബജികളുണ്ട് അല്ലെ? അപ്പൊ ഇതെന്താ ബജിയാണ്? കായ ബജി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അല്ലെ? നീ ഇവിടെ നിന്ന് പറയണ്ടോ? എരുണ്ട് അധികമല്ലല്ലോ. ഇല്ല കഴിച്ചു. ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 200 മില്ലി ഗ്ലാസ്സിൽ കടലപ്പൊടി എടുക്കുക, 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുക്കുക, 1 സ്പൂണ് കാശ്മീർ മുളക് പൊടി എടുക്കുക, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുക, 1/4 സ്പൂണ് കുരുമുളക് പൊടി എടുക്കുക, പിന്നെ ഉപ്പ് പാകത്തിന് എടുക്കുക. അതിൽ നമുക്കൊരു 1/4 സ്പൂണ് കായത്തിൻ്റെ പൊടി. എന്നിട്ടത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഈ കായപ്പൊടി ഇട്ടാൽ സ്പെഷ്യൽ ടേസ്റ്റ് വരും. വേണമെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ചിടാം. ഇതിനി നമ്മളുടെ അപ്പസോഡ പൊടി ഇടണം. അത് നമുക്ക് ലാസ്റ്റ് ഇത് നനവൊക്കെ കഴിഞ്ഞ ശേഷം ഇട്ടാൽ മതി. ആദ്യം ഇത് കംപ്ലീറ്റ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതിന് വെള്ളം കുഴക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാനൊരു 200 മില്ലിയാണ് കടലപ്പൊടി എടുത്തുള്ളത്. അപ്പോൾ അതേ അളവിൽ 200 മില്ലിയിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ കുഴക്കുക. കാരണം എല്ലാ പൊടികളും ശരിക്കും നനഞ്ഞു എന്നുള്ള ഉറപ്പ് വരുത്തി കഴിഞ്ഞ ശേഷം മാത്രം മതി പിന്നെ കൂടുതൽ വെള്ളം പാരല്. ഇപ്പോൾ കംപ്ലീറ്റ് സ്വല്പം ഒഴിച്ചിട്ട് ഞാനൊരു ഫോർക്ക് എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് മിക്സ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും. കണ്ടില്ലേ? അപ്പോൾ ഒരു പരുവുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു സ്വല്പം അപ്പസോഡ ഇട്ടിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് എല്ലാ മിക്സിങ് കഴിഞ്ഞ ശേഷം. ഇനി ഇതിൻ്റെ അളവ്, വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ നിൽക്കണ്ടല്ലേ, ഇത് സ്വല്പമായിട്ട് ഇങ്ങനെ ഒറ്റി വരുന്നുണ്ടല്ലേ. ഈ ഒരു അളവിലാണ് നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വേണ്ടത്. എന്നാൽ നമ്മളെ മാവ് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇടുക ലാസ്റ്റ്. എന്നിട്ട് അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. 1 മണിക്കൂർ അടച്ചു വെച്ചാൽ നല്ലതാണ്. 3/4 മണിക്കൂറിൻ്റെ 1 മണിക്കൂറിൻ്റെ അടക്കും. ഇതാണ് വാഴക്കൊല. ഞാനത് മാർക്കറ്റിൽ പോയിട്ട് ഈ പൊണ്ണങ്കായ എന്ന് പറയും ഞങ്ങളവിടെ, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴുകിയിട്ടുണ്ട് ഞാനിപ്പോൾ. കഴുകിയിട്ട് അതിൻ്റെ എൻഡ് ഇതേപോലെ മുറിച്ച് കളയാം 2 സൈഡിലും. ശേഷം ഇതിൻ്റെ തോല് നമ്മൾ കിഴങ്ങിൻ്റെ ഒക്കെ ചെത്തിക്കളയില്ലേ, ഉരുളക്കിഴങ്ങൊക്കെ, അതുപോലെ അങ്ങനെ കംപ്ലീറ്റ് ചെത്തണമെന്നില്ല ഇതിങ്ങനെ അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ പച്ച ഭാഗം അങ്ങനെ പോയാൽ മതി. ഇതിന് ഒന്നുകൊണ്ട് 4 പീസും ആക്കാം, 5 പീസും ആക്കാം. അപ്പോൾ ഞാനൊന്ന് നോക്കണം ഏത് ഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് മുറിക്കാൻ പോകുന്നു. ആദ്യം സെൻറ്ററാക്കിയിട്ടൊന്ന് മുറിച്ചു, ഓഫാക്കി. ഇനി ഇതിനെ ഓഫാക്കാം. അധികം കട്ടി പറ്റില്ല, എന്നാൽ പറ്റ ബ്ലേഡ് പോലെ ആവും ചെയ്യരുത്. അങ്ങനെ ഇരിക്കണം ഇതിൻ്റെ ഒരു സൈസ്. ഇത് ഈ ഒരു ഭാഗത്താക്കി, പിന്നെ ഈ ഒരു ഭാഗത്ത് മുറിച്ച്. ഈ ഒരു പൊണ്ണങ്കായാണ് ഇത് പറ്റുക. അപ്പം എന്താ വെച്ചാൽ ഇത് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പോഞ്ച് പോലെ ഉണ്ടാവും ഈ ഒരു കായക്ക്. ഇപ്പം ഇതൊക്കെ പിന്നെ ജസ്റ്റ് നമ്മൾ ഇതിൽ കടലമാവിൽ മുക്കി പൊരിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഇതിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. അതിൻ്റെ മുമ്പ് ഒരിക്കലും ഇത് ആക്കി വെക്കരുത്, അരിഞ്ഞ് വെക്കരുത്. കുറേ മുമ്പ് അരിഞ്ഞ് വെച്ചാൽ അതിന് ഒരു കറ വരും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റം വരും. ഇപ്പോൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 9 എണ്ണമാണ് ഇതിലിടാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുക്കി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. നല്ല ചൂടുള്ള എണ്ണയൊക്കെ ഇടുകയാണ്. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പ് 1-2 ഒരു മാവിലിട്ട് നോക്കുക, എന്നിട്ട് വേണം ഇടാൻ. അപ്പോൾ ആ മാവൊക്കെ പിന്നെ നമുക്ക് പിന്നെ അരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ 9 എണ്ണം ഇട്ടിട്ട് ഒന്നൊരു ഭാഗം അങ്ങനെ കളർ ചേഞ്ച് ആയി വരും. ആ സമയത്ത് അതൊന്ന് മറിച്ചിടുക, ഇതുപോലെ അങ്ങനെ മറിച്ചിടുക. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വരും, പെട്ടെന്ന് തന്നെ ഇത് വേവും. അപ്പോൾ ശേഷം ഇത് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ? എണ്ണ കംപ്ലീറ്റ് ഒന്ന് കുറച്ച് നേരം വെച്ച ശേഷം അങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഒരു ട്രിപ്പിൽ ഞാനൊരു 9 എണ്ണം പൊരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതിന് ശേഷം ഇതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളുണ്ടാവും, മണി പീസുകൾ. അതൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് വേണം അടുത്ത് ഇടാൻ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കരിഞ്ഞ് കിടക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതൊക്കെ കംപ്ലീറ്റ് ഊറ്റിയെടുത്ത് കഴിഞ്ഞ ശേഷമുള്ളൂ അടുത്ത ട്രിപ്പ് ഇടാൻ പറ്റുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല കായ ബജി. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.